welcome back to my channel. My name is Pranavi and I'm a final prof BMS student in Pangachasturi Ayurveda Medical College and PG Center. Today in this video I am going to discuss about you. Can I prepare for NEET along with BAMS? Or it is right or wrong choice? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? BMSന് അഡ്മിഷൻ എടുത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പ്രൂഫ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഒരു ഡൗട്ട് കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമ്മൾ BMSലേക്ക് അഡ്മിഷൻ എടുത്തിപ്പോൾ നിങ്ങൾ വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൂഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റുന്നത്. അതായത് ഒന്നാമത്തെ ടൈപ്പ് കുട്ടികളെന്ന് പറയുന്നത് എനിക്ക് BMS ഒട്ടും വേണ്ട, ഇതെനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്, എനിക്ക് MBBS മാത്രം മതി. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒന്ന് പോയിട്ട് വേണോ വേണ്ടയോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് ചെയ്യാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി വരുന്നവരുണ്ട്. അപ്പോൾ ഓൾറെഡി മൈൻഡ് സെറ്റ് തയ്യാറാക്കി ഇത് എനിക്ക് പറ്റില്ല, ഒരിക്കലും ഞാൻ ഇത് ചെയ്യില്ല, എനിക്ക് MBBS മാത്രം മതി. അപ്പോൾ അങ്ങനെ മൈൻഡ് സെറ്റ് ആക്കി വരുന്നവർ ചിലപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള മനോഭാവത്തോടു കൂടിയായിരിക്കും വരുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർ ആദ്യം കോളേജിലേക്ക് വരുന്നു, അതിനുശേഷം അവിടെ കോളേജിൻ്റെ സിറ്റുവേഷനൊക്കെ നോക്കി അവിടുത്തെ അറ്റൻഡൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കി അതിനുശേഷം സ്റ്റിക്ക് ഓൺ ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസിഷൻ എടുക്കാനായിട്ട് വരുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ അഭിപ്രായം എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട അക്കോർഡിംഗ് ടു മീ എന്താണെന്ന് വെച്ചാൽ, അതായത് പ്രിപ്പയർ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒരു ഇൻഡിവിജ്വൽ ഡിസിഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം നീറ്റ് എന്ന് പറയുന്നത് അത് ഒരു ഏരിയ, സംതിങ് ഇസ് ഡിഫറെൻറ്റ്. നമ്മുടെ ടൈം, നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ എഫേർട്ട് അതൊക്കെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നിർത്തേണ്ട ഒരു ഭാഗമാണ് നീറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ എക്സ്ട്രാ നിങ്ങൾ വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിന് നമുക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാനിന്ന് പറഞ്ഞുതരാം. ഓക്കെ, എനിവേ നമ്മൾ കോളേജിൽ വന്നു, പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് മറ്റേ കോഴ്സിന് അതായത് MBBS തന്നെ എടുക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മൾ നല്ലൊരു ഡിസിഷൻ എടുത്തു. ഓക്കെ, ഞാൻ നീറ്റിന് തന്നെ പോവുകയാണ്, BMS എനിക്ക് വേണ്ട, നീറ്റിന് തന്നെ ഞാൻ പോവുകയാണ്, പക്ഷെ ഞാൻ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്ര തവണ ഡ്രോപ്പ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. കാരണം ഒന്നോ രണ്ടോ തവണ ഡ്രോപ്പ് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നോ പ്രോബ്ലം, കുഴപ്പമില്ല. പക്ഷെ അത് 4, 5, 6 തവണ ആകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരും. കാരണം നമ്മുടെ ടൈം ഇനിയൊരു, അതുപോലെ തന്നെ കോച്ചിങ് സെൻറ്ററിലേക്ക് കോച്ചിങ്ങിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വീണ്ടും മണി, അത് എല്ലാം ഒരു പ്രശ്നമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ്. അതായത് BMS പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ അതായത് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് കുറേ ഡീപ്പാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കരിക്കുലത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവാൻ ഇടയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് കൂടി അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്കിത് മുന്നോട്ട് പോകാം, നോ പ്രോബ്ലം. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തു, ഫ്രഷേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞു, പിന്നെ നിങ്ങളുടെ ആദ്യത്തെ ഒരു 1 വീക്ക് ട്രാൻസിഷണൽ കരിക്കുലം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ BMS കോളേജിനെ സംബന്ധിച്ച് അത് ഭയങ്കര ക്രൗഡഡ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതായത് ഒരു ക്ലാസ്സിൽ തന്നെ 50 to 60 സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് അവിടെ കാം തന്നെയാണ്, അവിടെ ഭയങ്കര സ്ട്രെസ്ഫുള്ളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹോസ്റ്റലിലാണെങ്കിൽ തന്നെ റൂമിൽ നിങ്ങൾക്ക് അധികം ഡിസ്റ്റർബൻസും ഉണ്ടാകുന്നില്ല. ഇൻ കേസ് നിങ്ങൾ നീറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ കാമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടീസും നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ അതായത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ 60 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരുടെ സംസാരിക്കുമല്ലോ. നമ്മൾ ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാകും ആരൊക്കെ ഇഷ്ടപ്പെട്ട് വന്നു അല്ലെങ്കിൽ ആരൊക്കെ ഇഷ്ടമില്ലാതെ വന്നു, ആരൊക്കെ നീറ്റിന് വേണ്ടി എഗെയിൻ അടുത്ത വർഷത്തെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്കും എൻ്റെ ക്ലാസ്സിലാണെങ്കിലും എൻ്റെ ജൂനിയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ സീനിയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ കുറേ പേരെ എനിക്കറിയാം. അതായത് കുറച്ച് കാലം കോഴ്സ് ഒരു 6 മാസത്തോളം പഠിച്ചിട്ട് വേണ്ടാന്ന് വെച്ച് പോയവരുണ്ട്, 1 വർഷം കഴിഞ്ഞ് പോയവരുണ്ട്, വേറെ കോഴ്സിന് പഠിക്കുന്നവരുണ്ട്, MBBSന് പഠിക്കുന്നവരും ഉണ്ട്, അല്ലാണ്ട്
മറ്റ് കോഴ്സുകൾ പഠിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് അറിയാം. അത് മാത്രമല്ല, ഇപ്പോൾ ചില മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൈപ്പ് ഓഫ് കോളേജ് ഏതാണെന്ന് അറിയാം. അതായത് നമ്മൾ ഗവൺമെന്റിലാണോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിലാണോ പഠിക്കുന്നതെന്ന് അറിയാം. ഇനി ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ അവിടെ മെയിനായിട്ട് പ്രോബ്ലം ഇപ്പോൾ നമുക്ക് ലീവൊക്കെ എപ്പോഴും എടുക്കാം, അതുപോലെ തന്നെ ബങ്ക് ചെയ്തെങ്കിലും അങ്ങനെയൊന്നും ഒരു പ്രശ്നമൊന്നും വരുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അവിടെ അറ്റൻഡൻസ് മസ്റ്റാണ്. ഇനി പ്രൈവറ്റ് കോളേജിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വർഷം പഠിച്ചു, പക്ഷെ നമ്മൾ നീറ്റ് ഫോക്കസ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ വേറൊരു കോഴ്സിലേക്ക് പോകുമ്പോൾ ഈ ഒരു 5.5 വർഷത്തെ കോഴ്സാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആ കോഴ്സിന്റെ ഫുൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ആ ഒരു മെയിൻ കാരണം ഉള്ളത് കൊണ്ടായിരിക്കാം മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഈ BAMS തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണെന്ന് എനിക്ക് ഒരുപാട് തവണ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഇനി BAMS കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറാവും, അപ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടൊരു ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ജോലി ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാലറിയൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. അപ്പം വീണ്ടും നീറ്റിൻ്റെ ആഗ്രഹം ഉടലെടുക്കുകയും വീണ്ടും നീറ്റ് എഴുതി പിന്നെ MBBS പഠിക്കാൻ പോയവരെ കുറിച്ചും എനിക്കറിയാം. MBBS മാത്രമല്ല, ഇപ്പോൾ 3 മെഡിക്കൽ ഡിഗ്രി ഉള്ള ഡോക്ടേഴ്സിനെ അറിയാം. MBBS, BAMS, BHMS 3 ഉള്ള ഡോക്ടേഴ്സിനെ അറിയാം. അപ്പോൾ അത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗോ ഫോർ ഇറ്റ്, ഡോണ്ട് വെറി ഫോർ എനിത്തിങ്. ഇനി അതല്ല, നിങ്ങൾ ലാസ്റ്റ് ഒരു നീറ്റൊക്കെ അടുത്ത് ഒരു 2 മാസം, നീറ്റിന് 2 മാസം മാത്രം ഉള്ളപ്പോഴാണ് മറ്റത് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ഡസൻറ്റ് മാറ്റർ. അത് നിങ്ങൾ എത്ര നന്നായിട്ട് നേരത്തെ പഠിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഓക്കെ, വർക്ക് ചെയ്യാതെ ഈ 2 മാസം കൊണ്ട് നീറ്റ് പാസ്സാവുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. പക്ഷേ ഇഫ് യു ആർ ബ്രില്യൻറ്റ്, നിങ്ങൾക്ക് ഒരു തവണ കേട്ടാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, കുറേ കാലം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ നിൽക്കുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 2 മാസം കൊണ്ട് മാത്രം ജസ്റ്റ് എക്സാം എഴുതി നല്ല ഒരു റാങ്കൊക്കെ കിട്ടിയ ആൾക്കാരെ കുറിച്ചും എനിക്കറിയാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചില ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്, അതായത് നമ്മൾ ഇവിടെ BAMS പഠിക്കാൻ വരുന്നു, പഠിച്ച് അത് നമ്മൾ സംസ്കൃതമാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ സംസ്കൃതം ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എല്ലാവരും ആ ട്രാക്കിൽ വീഴും. അപ്പോൾ ഓൾറെഡി നമുക്ക് സംസ്കൃതം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും അത് നല്ലതുപോലെ നമുക്ക് ഡൈജസ്റ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പോലും പറ്റും. പക്ഷേ ചില കുട്ടികൾക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയുണ്ട്, ചില കുട്ടികൾ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോയിന്റിലെത്തുമ്പോൾ അവർക്ക് തോന്നും, ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്, ഇതിനേക്കാളും വളരെ ഈസിയാണ് നീറ്റ് എന്ന് പറയുന്നത്. അതിൽ 3 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ, അതിൽ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഫിസിക്സ് മാത്രമാണ്. അപ്പം അത് വലിയ കാര്യമാക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ, പ്രോബ്ലം ഒന്നുമില്ല. അപ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ പ്രീവിയസ് നീറ്റിൻ്റെ മാർക്സ് എത്രയാണെന്ന് നോക്കണം. അതായത് ഇൻ കേസ് BAMS അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി ജസ്റ്റ് 1 or 2 മാർക്സിന് നിങ്ങൾക്ക് MBBS പോയവരാണെങ്കിൽ, അത്രയും സ്കോർ ഉള്ളവരാണെങ്കിൽ ഓക്കെ, ട്രൈ ഇറ്റ് എഗെയിൻ. ഇപ്പോൾ കുറേ റിലേറ്റീവ്സ് ഒക്കെ അപ്പോൾ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് റിലേറ്റീവ്സ് ചിലപ്പോൾ പറയുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കോറും ഒരിക്കൽ കൂടി ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്, റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഏരിയ ആണ്. കാരണം നമുക്ക് ഒരേ ഒരു ലൈഫേ ഉള്ളൂ. കാരണം അവസാനം കരയേണ്ട അവസ്ഥ വരരുത്. കാരണം ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് പഠിച്ചിട്ട് അവസാനം ഒരിടത്തും എത്തിയില്ല എന്ന് പറയുന്നതിനേക്കാളും ഇഷ്ടമുള്ളത് പഠിച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുക, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു റിസ്ക് ആണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ടാസ്കിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അതായത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് BAMSലേക്ക് വന്നത്. അപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് BAMSന് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ BAMS പഠിക്കുന്നു, ഫൈനൽ ഇയർ ആണ്. അപ്പോൾ ഇവിടെ കുറേ പഠിക്കാറുണ്ട്, കോംപ്ലിക്കേഷൻസ് എല്ലാം കൂടി വരികയാണ്. അതിൻ്റെ കൂടെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ BAMS അപ്പാർട്ട് ഫ്രം BAMS സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പഠിപ്പിക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഞാനും മൾട്ടി ടാസ്കിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു പരിധി വരെ പറ്റുന്നുണ്ട്. പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും ഞാൻ അതിന് ഒരുപാട് നേരം ആലോചിച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ
ചിന്തിച്ച് വൈസ് ഡിസിഷനിലേക്ക് എത്താറുണ്ട്. അപ്പം വൈസ് ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ പാരൻസിനോട് ചോദിക്കുക, ഞാൻ ഈ എടുക്കാൻ പോകുന്ന തീരുമാനം റൈറ്റ് ആണോ റോങ് ആണോ. അപ്പോൾ ഒരു ഡിസിഷൻ നമ്മൾ തന്നെ എടുത്താൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നീറ്റ് BAMSന്റെ കൂടെ പഠിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പിന്നെ രണ്ടും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ടൈം. ടാറ്റാ, ബൈ ബൈ.